भैया एक पानी पूरी। भाई एक मसाला पूरी। ആരാടാ അതിനകത്ത് ഇവിടെ ഇറങ്ങിക്കടാ ആരാടാ ഇങ്ങോട്ട് ഞാൻ നിന്നോട് പറഞ്ഞ ആശുപത്രി വേറെ പണിയൊന്നും വയ്യാടി വന്ന് എന്തോ ചെയ്യാനാ ചേട്ടാ? വയ്യാടി എന്തോ എനിക്കൊരു കുഴപ്പമില്ല. മഴയായിട്ട് എത്ര ദിവസമായിട്ട് മനുഷ്യൻ പണിക്ക് പോയിട്ടില്ല. പക്ഷെ ഇവനൊക്കെ എവിടുന്ന് വരുന്ന മനുഷ്യന്റെ തോളും കളയാനായിട്ട് ഇവനൊക്കെ രാവിലെ എവിടുന്ന് വരുന്നതായിരുന്നു. പൊന്ന് ചേട്ടാ ഒന്ന് വാ വേഗം. അതല്ല, ഞാൻ അവനെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അവൻ മനുഷ്യന്റെ തോളും ചേട്ടാ പോകാം നമുക്ക്. വാ ഇത് അങ്ങനല്ല. റിപ്പോർട്ടാവാൻ സമയമായി കാണുമായിരിക്കും. ഞാൻ പോയി റിപ്പോർട്ട് വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. എന്തായി കാണുമോ എന്തോ. എന്നാലും ഇവനെ ഞാൻ എങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. അതെ, മനോജ് എന്ന് പറഞ്ഞ ആളുടെ റിപ്പോർട്ട് ആയായിരുന്നോ? ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ പറയുന്നതായിരുന്നു, പണ്ട് ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പണിതുകൊണ്ടിരുന്നപ്പോഴേ ക്ലബ്ബുകാർ പണിത ബാത്റൂമിൽ MBA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റുന്ന ഇവൻ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് കയറി എനിക്ക് കാര്യം സാധിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് പിടിച്ച് എൻ്റെ കൈവാക്കിനിട്ട് ഇവനെ ചെവിക്കുറ്റി അടിക്കാനങ്ങ് പൊട്ടിച്ചു. അങ്ങനുണ്ട്. ചേട്ടാ ഇതാരാ ഇത്? ആരാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? ഏതവന്? ആരാടാ അതിനകത്ത്? ഇവിടെ ഇറങ്ങിക്കടാ. ആരാ ഇങ്ങോട്ട്? നിന്നെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോയല്ലോടാ. എന്തൊടുക്കുമായിരുന്നോടാ നീയൊക്കെ അവിടെ? കൊട്ടാരക്കട പോടാ അവിടെ നിന്ന്. ഞങ്ങളുടെ MP സാർ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ബാത്റൂം ഒരുത്തൻ കയറി ഉദ്ഘാടിച്ചേക്കുന്നു. അവനെ നോക്കി നിൽക്കുവോ? അന്നേരം അവന്റെ ഒരു കൊട്ടാരക്കര. നമ്മുടെ MP ആടാ. നമ്മുടെ MP. നീങ്ങി വാ, നീ വാ. ബാത്റൂം ഉദ്ഘാടിക്കാൻ നിന്നോട് ഞങ്ങള് പറഞ്ഞോ? എടാ ഇവരെ മറ്റേ പാർട്ടിക്കാർ പറഞ്ഞു വിട്ടോ. അവര് കള്ളും കൊടുത്ത് വിളിച്ച് പറഞ്ഞു വിട്ടേക്ക്. ഞങ്ങളുടെ MP സാർ അടുത്ത ആഴ്ച ഉദ്ഘാടനത്തിന് വെച്ചിരുന്ന സാധനം എടാ ഇത്. നിനക്ക് ഇവിടെ വന്നിട്ട് തന്നെ പോണോന്നെന്തോ ഇത്ര? നമ്മുടെ MP-യുടെ നീ എവിടെ നിന്റെ പേരെന്തോ? നീ ഏതാണോ? നിനക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഈ നാട്ടിലുള്ള എല്ലായിടത്തും ബാത്റൂം കിട്ടും. അങ്ങനെ ഇവിടെ വന്ന് വരുമ്പോ തന്നെ കാര്യം സാധിക്കാൻ വേണ്ടി എന്തോ നിനക്ക് ഇത്ര തിടുക്കം? പറയടാ, നിനക്ക് എന്തോ ഇത്ര ഇത്?
നിനക്ക് എന്തായിരുന്നു അത്ര അസുഖം? ചേട്ടാ വയറ് വയ്യായിരുന്നു ചേട്ടാ. എടാ നിനക്ക് ഇവിടെ എത്തുമ്പോ തന്നെ വയറ് വഴി എന്തോ വയറിലൊക്കെ ആണോ? ആ ചേട്ടാ ഫുഡ് കഴിച്ച് ശരിയായില്ല. എടാ നീ നാട്ടിലെല്ലായിടത്തും ബാത്റൂം ഉണ്ടായിട്ട് ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നിടത്ത് എന്നെ വന്ന് കുത്തിപ്പോനായിട്ട് എന്തോ നിനക്ക് തീരെ വയ്യാഞ്ഞ്. നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യായിരുന്നു. നീ ഇവിടെ എത്തിയപ്പോ എന്തോ നിനക്ക് ഇത്ര വിശപ്പ്? എവിടെ എന്താ നിനക്ക് ഇത്ര വിശപ്പ് എന്തുവാ വേണത്? നിനക്ക് എന്താ ഇത്ര വിശപ്പ് നിനക്ക്? ഇവിടെ വെള്ളമൊന്നും ഇല്ലാന്ന് എന്റെ പൊന്നുമോന് മനസ്സിലായിക്കാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ ഉൾക്കാടിച്ചൊക്കെ നീ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോടാ. Token number 46, Manoj. ചേട്ടാ വാ. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഡോക്ടറെ ബയോപ്സി റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നേ. നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. കുറച്ച് പ്രശ്നമുണ്ടല്ലോ. അയ്യോ എന്താ ഡോക്ടറെ? നമ്മൾ സംശയിച്ചതുപോലെ സിയറെക്റ്റം അഥവാ മലദ്വാരത്തിനുള്ളിലുള്ള ക്യാൻസർ, അങ്ങനെയാണ് നമുക്കിത് വെച്ചിട്ട് ഇപ്പം മനസ്സിലായിരിക്കുന്നത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് ഏത് സ്റ്റേജിലാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി തീരുമാനിച്ചാൽ മതിയാവും. ഡോക്ടറെ ഇതിന് ചികിത്സ വല്ലതും ഉണ്ടോ? ക്യാൻസറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു സർജിക്കൽ ഓൺകോളജിസ്റ്റിനെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിവിടെ ഡോക്ടർ അതുൽ കെ വാസുദേവനുണ്ട്, ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യാം. ഇന്ന് മിക്കവാറും പുള്ളി തിയേറ്ററിലായിരിക്കും, നല്ല തിരക്കായിരിക്കും. എന്നാലും ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം കണ്ടിട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ. കേട്ടു. ബാക്കി നമുക്ക് നോക്കാം. ശരി. മനോജ് അല്ലേ? ഡോക്ടർ അഞ്ജു പറഞ്ഞിരുന്നു. ആ ബയോപ്സി റിപ്പോർട്ട് ഒന്ന് തരൂ. എത്ര കാലമായി വയറുവേദന തുടങ്ങിയിട്ട്? സാറേ ഇപ്പം എടാ നിനക്ക് ഇവിടെ മാത്രം എത്തുമ്പോ എന്താ ഇത്ര വയറ് വഴി കഴിയ? കുറച്ച് നാളായി സാറേ. വയറിളക്കമാണോ അതോ മലബന്ധമാണോ? ഇളകിയാ സാറേ. എന്താ വയറിളക്കം വരുന്നു? വിശപ്പൊക്കെ എങ്ങനെയുണ്ട്? നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യായിരുന്നു. നീ ഇവിടെ എത്തിയപ്പോ എന്താ നിനക്ക് ഇത്ര വിശപ്പ്? വിശപ്പ് ഉണ്ട്. ഇല്ല സാറേ. എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് അങ്ങനെ പോകുന്നുണ്ടോ? എടാ നീ നാട്ടിലെല്ലായിടത്തും ബാത്റൂം ഉണ്ടായിട്ട് ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം വെച്ചിരിക്കുന്നിടത്ത് എന്നെ വന്ന് അതെ സാറേ. ഇതിപ്പോൾ ഇനിയും നമുക്ക് അധികം വഹിക്കാനൊക്കില്ല. എന്തായാലും ഓപ്പറേഷൻ വേണം. ഓപ്പറേഷനുള്ള ഡേറ്റ് തരാം. രക്തം അറേഞ്ച് ചെയ്യണം. ഉടനെ ഉള്ള ഒരു ഡേറ്റ് തന്നേക്കാം. മനോജിന്റെ വൈഫല്ലേ? മനോജിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഇവിടെ ICUയിൽ ഒബ്സർവേഷനിലായിരിക്കും. നാളെ പുറത്തേക്ക് വരാം. ആൾ ഓക്കെയാണ്. സാറേ എന്ത് പറ്റി? മനോജ് ചേട്ടൻ എൻ്റെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? പണ്ട് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചുള്ള എന്ത് സംഭവിച്ചത്? പണ്ടത്തെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതായിരിക്കും. ഞാനായിരിക്കില്ല. എനിക്ക് അങ്ങനെയൊന്നും ഓർമ്മയില്ല. അല്ല ബാത്റൂം ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ശരി പോട്ടെ.
മോനെ നീ വന്നോ? അമ്മ അങ്ങ് വിഷമിച്ചിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഇത്ര നേരമായി അമ്മ നോക്കിയിരിക്കുന്നറിയോ? ബസ് കിട്ടാൻ താമസിച്ചോ മോനെ? പിന്നെ നിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നല്ല ക്ഷീണം. എന്താ ഇത്? എന്താ നിന്റെ മുഖത്ത്? കണ്ണാടി നോരിക്കേ. അയ്യോ, എന്നിട്ട് ചുമന്ന് കിടക്കുന്നല്ലോ. എന്താ പറ്റി? ബസ്സിലിരുന്ന് ഉറങ്ങിയപ്പോൾ ഒന്ന് ഇടിച്ചതാ. അയ്യോ, ഒന്ന് കാണട്ടെ. ഇല്ല, കുഴപ്പമില്ല.